അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മാ ഖൈറു മാ ഉഅ്തിയ റജുൽ, ഒരു മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന നിഅമത്തുകൾ വെച്ച് ഏറ്റവും നല്ല നിഅമത്ത് എന്താണ്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് അഖില് എന്നുള്ളത്. ബുദ്ധി, നല്ല ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരാളുടെ വിജയത്തിന് കാരണമാണ്. ഒരാൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയൊരു നിയമത്താണ്. കാരണം നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അത് കാരണമാകുമല്ലോ. അതാണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത്. ബുദ്ധി ഉണ്ടാകുമ്പോൾ ഇൽമു പഠിക്കാൻ അതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇൽമും ബുദ്ധിയും ഒരുമിച്ച് കൂടുമ്പോൾ വലിയൊരു സ്ഥാനത്തിലേക്ക് അവൻ എത്തിപ്പെടും. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, വൈലം നിൽക്കും, ഒരാൾക്ക് എല്ലാവർക്കും ബുദ്ധി ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് ബുദ്ധി ഇല്ല, എന്നാൽ ഒരാൾക്ക് കിട്ടുന്ന വലിയൊരു നിയമത്ത് എന്തായിരിക്കാം? അദബുൻ ഹസൻ. ബുദ്ധിയില്ലാത്തവന് ഉണ്ടാകേണ്ട രണ്ടാമത്തൊരു വിഷയമാണ് ഒരാൾക്ക് നല്ല അദബുണ്ടാവുക, അച്ചടക്കമുണ്ടാവുക. അല്ലാതെ എനിക്ക് തന്നെ ബുദ്ധിയില്ല എന്നുള്ള വിവരം അവനിക്കുണ്ടാവുക എന്നുള്ളത്, അതാണ് അദബ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ബുദ്ധിയില്ല എന്നുള്ള വിവരം അവനിക്കുണ്ടാവുകയും വിവരമുള്ളവരെ അവൻ പിൻപറ്റുകയും ചെയ്യുക, അതാണ് ഒരാൾക്ക് കിട്ടുന്ന വലിയ നിഅമത്ത്. അപ്പോൾ ചോദിച്ചു, ഫൈലമേക്കുൻ, അതും ഒരാൾക്ക് ഇല്ലെങ്കിലോ? അഖുൻ സ്വാലിഹുൻ, ഒരു നല്ല ചങ്ങാതി ഉണ്ടാവുക എന്നുള്ളത്, നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടാവുക, സ്വാലിഹായ കൂട്ടുകാരൻ. ഇവന് വിവരമില്ലാത്തവനോ ആയാലും പ്രശ്നമല്ല, അവൻ്റെ കൂട്ടുകാരൻ ഒരു നല്ല സ്വാലിഹായിട്ടുണ്ടെങ്കിൽ അവൻ നല്ല വഴിയിലേക്ക് എത്തും, അതും കാരണമാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ഫൈലം യകുൻ, അതും ഉണ്ടായിട്ടില്ലെങ്കിലോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, സംതുൻ തവീൽ, ഒന്നും ഉണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചോദിക്കപ്പെട്ടു, ഫൈലം യകുൻ, അതും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താണ് നല്ലത്? അപ്പോൾ അവസാനം പറഞ്ഞൊരു മറുപടിയുണ്ട്, മൗത്തുൻ ആജിൽ, ഇതൊന്നുമില്ലെങ്കിൽ അവൻ പെട്ടെന്ന് മരണപ്പെട്ടു പോകലായിരിക്കാം അവനിക്ക് ഖൈറ് എന്നുള്ളത്. ഇതിലൂടെ നമുക്ക് കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ആകേണ്ടത് എന്നുള്ളതും, അത് ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിഅമത്തുകളെ ഉപയോഗിക്കേണ്ടത് എന്നതിനൊക്കെ വലിയൊരു സൂചനയാണ് ബഹുമാനപ്പെട്ട ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തകൾ തന്നവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.